മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ജീവൻ കവർന്നെടുത്ത 3 ആൺമക്കളുടെയും ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് നീഷും സയനയും വയനാട്ടിൽ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. കൺമണികളുടെ കളിപ്പാട്ടങ്ങളും ചിത്രങ്ങളും നിറച്ചൊരു ഓർമ്മ മുറിയും ഉമ്മറത്ത് അവരുടെ പേരും കുറിച്ചിട്ട വീട്ടിലേക്ക് മുൻ റവന്യൂ മന്ത്രി കെ രാജനും എത്തി. തോൾ ചേർന്ന 3 സഹോദരങ്ങൾ, സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവർ, എന്നേക്കുമായി ഒന്നിച്ചവർ. വയനാട് ടൗൺഷിപ്പിൽ തങ്ങൾക്ക് ലഭിച്ച വീടിന്റെ ഉമ്മറത്ത് അനീഷും സയനയും ഇത് കുറിച്ചിടുമ്പോൾ അത് കേവലം വരികളല്ല, അവർക്ക് നഷ്ടപ്പെട്ട 3 കൺമണികൾക്കുള്ള പ്രണാമമാണ്. നിവേദ്, ധ്യാൻ, ഇഷാൻ ഒരേ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കളെ ഒരു നിമിഷം പോലും ഈ മാതാപിതാക്കൾക്ക് മറക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പുതിയ വീട്ടിലേക്ക് കയറുന്ന ഹാളിൽ 5 പേരുടെയും മനോഹരമായ ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. ഇതിനപ്പുറം ആ മക്കളുടെ കളിയോർമ്മകൾക്കായി മാത്രം ഈ വീട്ടിലൊരു പ്രത്യേക മുറി തന്നെയുണ്ട്. അവർക്കായി ഒരുക്കിയ കളിപ്പാട്ടങ്ങളും അവരുടെ ചിത്രങ്ങളും മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു മുറി. ആ ഓർമ്മകളുടെ തണലിലാണ് ഈ കുടുംബം പുതിയ ജീവിതം തുടങ്ങുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിലും തളരാതെ അതിജീവനത്തിന് ശ്രമിക്കുന്ന ഈ കുടുംബത്തെ നേരിൽ കാണാൻ മുൻ റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ടെത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് നമ്മളവിടെ ഒരു ചെറിയ മുറി തയ്യാറാക്കിയിട്ടുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി സ്റ്റഡി റൂമായിട്ടാണ് ആ മൂലയ്ക്കിലുള്ള മുറി തയ്യാറാക്കിയത്. ഇവിടെ ഇപ്പോൾ തൽക്കാലം പഠിക്കാൻ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ മാത്രം അതിനകത്ത് ഉണ്ടാകട്ടെ എന്ന് കരുതി ഒരു പൂജാമുറി പോലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായി കണ്ട ഒരു മുറി അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇവിടെ അത് കുട്ടികൾക്ക് പഠിക്കാനായിട്ടല്ല ഉപയോഗിക്കുന്നത്. പഠിക്കേണ്ട കുട്ടികൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ ഓർമ്മകൾ നിലനിർത്താനാണ്. അവിടെ ചെന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം ആ വീടിൻ്റെ ഒരു മൂലയിൽ പോയപ്പോൾ വ്യക്തിപരമായിട്ടുണ്ടായത്. മക്കളുടെ ചിരിയോർമ്മകൾ നിറഞ്ഞ ചിത്രങ്ങൾക്കും കളിപ്പാട്ടങ്ങൾക്കും കാവലായി ഇനി ഈ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകും. ദുരന്തത്തിന്റെ കരിനിഴലിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് അനീഷും സയനയും നടന്നു കയറുമ്പോൾ ആ 3 കുരുന്നു നക്ഷത്രങ്ങൾ ആകാശത്തവർക്ക് കൂട്ടായിരിക്കും. ന്യൂസ് മലയാളം, വയനാട്.